ഒമാനിൽ ഇന്ന് നബിദിനം. പ്രവാചക ജന്മദിനമായ ഇന്ന് പള്ളികളിൽ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടന്നിരുന്നു. നബിദിനത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ലഭിച്ചത് ഇന്നലെയായിരുന്നു. ഇന്നലെ തിരുവോണം കൂടി ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഒമാനിലുടനീളം നടന്നത്. തിരുവോണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവധി ദിവസത്തിൽ, പൊതു അവധി ദിവസത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേതിന് സമാനമായ രീതിയിലുള്ള ആഘോഷ പരിപാടികളായിരുന്നു ഒമാനിലെ വിവിധ ഇടങ്ങളിൽ നടന്നത്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകളിലും മറ്റും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഉച്ച സമയത്ത് നിറഞ്ഞു കവിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. ബുക്കിംഗ് ഏർപ്പെടുത്തിയിരുന്നത് കൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ആളുകൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഷോപ്പിംഗ് മാളുകളിലും പാർക്കുകളിലുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ അവധി ദിവസമായതുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിൽ സദ്യ ഒരുക്കാനും ഒരു കൂട്ടം ആളുകൾ വലിയ ഉത്സാഹത്തോടെ രംഗത്തിറങ്ങിയിരുന്നു. സുഹൃത്തുക്കളുടെ വീടുകളിലും ബന്ധുക്കളുടെ വീടുകളിലുമൊക്കെ കേന്ദ്രീകരിച്ചും ഓഫീസുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം അതിവിപുലമായ രീതിയിൽ പൂക്കളമിട്ടും ഓണക്കോടിയെടുത്തും സദ്യയൊരുക്കിയും ഒക്കെ തന്നെയാണ് മലയാളികൾ ഇന്നലെ ഒമാനിൽ ഓണം ആഘോഷിച്ചത്. നബിദിനത്തോടനുബന്ധിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് 175 തടവുകാർക്ക് മോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന 175ഓളം ആളുകളെ ജയിൽ മോചിതരാക്കാനാണ് നബിദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് ചിറ്റഗോങ്ങിലേക്ക് പോയ സലാം എയർ വിമാനത്തിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായതിനെ തുടർന്ന് നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. വിമാനത്തിലുണ്ടായിരുന്ന 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത്. വിമാനത്തിലെ ക്യാബിൻ ക്രൂ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യാത്രക്കിടെ 2 തവണ അപസ്മാരം പോലുള്ള ദേഹാസ്വാസ്ഥ്യം ഇദ്ദേഹം പ്രകടിപ്പിച്ചു അത്രേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധ വൈദ്യസഹായം വേണ്ടതുകൊണ്ടാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. നാഗ്പൂർ എത്തിയ ഉടനെ തന്നെ വേണ്ട വൈദ്യ ചികിത്സ നൽകുകയായിരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മെച്ചപ്പെട്ടു വരുന്നുവെന്നും സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ വിവരം നൽകിയിരിക്കുകയാണ്. സൗത്ത് അൽ ഷർക്കിയ ഗവർണറേറ്റിലെ സൂർ വിലായത്തിൽ ഇന്നൊരു വാഹനത്തിന് തീപിടിച്ചിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി സംഭവ സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിരിക്കുകയാണ്. ഈ വാഹനത്തിന് തീപിടിച്ച കാരണവും മറ്റുമൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സൂർ വിലായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മസ്കറ്റ് ബിദ്ബിഡിൽ റോഡ് മുറിച്ച് കടക്കവേ കോട്ടയ്ക്കൽ സ്വദേശി കാറിടിച്ച് മരണപ്പെട്ടു. മലപ്പുറം കോട്ടയ്ക്കൽ വെള്ളൂർ സ്വദേശി ജലീൽ സഖാഫി എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. 49 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം വിസിറ്റ് വിസയിൽ ഒമാനിലേക്ക് എത്തി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും വിവിധ സംഘടനകൾ അറിയിച്ചിരിക്കുകയാണ്. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2024 സെപ്റ്റംബർ 16 തിങ്കളാഴ്ച.